വളരെ സമഗ്രമായി തന്നെ കലോത്സവ വേദികളിലെ വിശേഷ കാര്യങ്ങളൊക്കെ അനു പറഞ്ഞു. സേതു ഒരു ചായ കുടിക്കാം. കട്ടൻ ചേട്ടൻ 2 കട്ടൻ. എനിക്ക് 1 പഞ്ചസാര വേണ്ട. അതാണ് അതെന്താ സേതു? അല്ല ഷുഗറൊക്കെ ഉണ്ട്. ഷുഗറിന്റെ അല്ല, ഞാൻ പഞ്ചസാര അല്ല. ഞാൻ ഫാസ്റ്റിംഗ് എന്റെ സേതു ആദ്യം മനസ്സിലാക്കേണ്ടത് എനിക്ക് ഷുഗർ ഉള്ളതല്ല. ഞാനൊരു പഞ്ചസാരക്കുട്ടനല്ല. ആദ്യം മനസ്സിലാക്കണം. എനിക്ക് പഞ്ചസാര ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ്. അല്ലാതെ ഒരാള് പഞ്ചസാര വേണ്ടെന്ന് അയാൾക്ക് ഷുഗറാണ്. ഇതാണ് നമ്മളുടെ ഒരു പൊതുബോധം എന്ന് പറയുന്നത്. ആ പൊതുബോധത്തിനൊരു മാറ്റം. നിങ്ങളുടെ വികാരം ഞാൻ പൂർണ്ണമായിട്ടും മനസ്സിലാക്കുന്നു. നമുക്ക് കട്ടൻ വരുമ്പോ കുടിക്കാം. ചേട്ടാ കട്ടൻ ചായ കൃത്യമായിട്ട് എടുത്തേക്കണേ. സേതുവിനാണെങ്കിൽ പഞ്ചസാര ഇട്ടോളൂ. എനിക്ക് പഞ്ചസാര വേണം. സേതുവിന് പഞ്ചസാര ഇട്ടോളൂ. ഒരു പ്രശ്നമില്ല. വിഷയത്തിന് തന്നെ മാറുന്ന മനുഷ്യ. ഞാനൊരു കാര്യം പറയട്ടെ. ഈ 2 ദിവസമായിട്ട് നമ്മുടെ കലോത്സവം നമ്മളുടെ ലൈവ് അടക്കം നിയന്ത്രിക്കുന്ന ചില മനുഷ്യരുണ്ട്. അത് ഇവിടെ പ്രൊഡ്യൂസർമാരുണ്ട്, ഒപ്പം തന്നെ ക്യാമറമാന്മാരുണ്ട്. ഇവരുടെയൊക്കെ ഒരു പ്രയത്നം ഇതിന്റെ പുറകിൽ വലിയൊരു പ്രയത്നമാണ്. കാരണം രാവിലെ അവര് നമ്മൾ എഴുന്നേൽക്കുന്നതിനേക്കാളും മുന്നേ എഴുന്നേൽക്കേണ്ട മനുഷ്യരാണ്. ഇപ്പൊ ഷീന നമ്മുടെ പ്രൊഡ്യൂസറാണ്. ഷീന രാവിലെ ഷീന നമ്മളെക്കാളും മുന്നേ എഴുന്നേൽക്കുന്ന ഒരു ഷീന ഒന്നും ഇങ്ങോട്ട് വരും. നമ്മളെക്കാളും മുന്നേ എഴുന്നേറ്റ് നമ്മളെയൊക്കെ വിളിച്ച് എണീപ്പിക്കേണ്ടി വരുന്ന ഒരാളാണ്. മാത്രമല്ല ഷീന നല്ലൊരു റിപ്പോർട്ടർ കൂടിയാട്ടോ. ഷീന എങ്ങനെയാണ് ഇപ്പൊ 2 ദിവസമായിട്ട് ഷീന തന്നെയല്ലോ ഇത് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? സാധാരണ എല്ലാവരെയും വിളിച്ച് എഴുന്നേൽപ്പിക്കണം. വലിയ ചടങ്ങല്ലേ ഇത്? വലിയ ചടങ്ങൊന്നല്ല, പ്രൊഡക്ഷൻ അല്ലേ. പിന്നെ ഇഷ്ടത്തോടെ ഒന്നാമത്തെ പാളി. ഷീന എത്ര എങ്ങനെയാണ് ഒരു പ്രൊഡക്ഷൻ വരാൻ നേരത്തുണ്ടാവുന്ന കുറെ എന്തൊക്കെ ചെയ്യേണ്ടി വരും? ക്രൈസിസുകളൊക്കെ ഉണ്ടാവും. പിന്നെ പ്രൊഡക്ഷന്റെ സീക്രട്ട് ഒന്നും ആരോടും പറഞ്ഞു കൊടുക്കരുതെന്നാണ്. അതുകൊണ്ട് ഓണർ പറയാൻ പറ്റില്ല അല്ലേ? പറയാൻ പറ്റില്ല. രണ്ടാമത്തെയും പാളിയിട്ടുണ്ട് ഞാൻ. ഞാൻ ഇവിടെ നിന്ന് പാളിക്കൊണ്ടിരിക്കണേ. എങ്കിലും ഇനി മൂന്നാമത്തെ എന്തായാലും ഷീന പറയേണ്ടി വരും. ഷീന എങ്ങനെയുണ്ട്? ഷീന പ്രൊഡക്ഷന്റെ അപ്പുറം നിന്നുകൊണ്ട് ഈ റിപ്പോർട്ടിങ്ങിനായിട്ട് ഇറങ്ങിയപ്പോ എങ്ങനെയുണ്ട് കാര്യങ്ങൾ? റിപ്പോർട്ടിങ്ങിനായിട്ട് ഇറങ്ങുമ്പോൾ സത്യത്തിൽ ഇപ്പൊ നമുക്ക് മോർണിംഗ് ഷോയും ഈവനിങ് ഷോയും ഒക്കെ ഉള്ളതിനെ കൊണ്ട് നമുക്ക് ചെയ്യാനുള്ളൊരു പാടുണ്ട്. അതിന്റെ ഇടയിലുള്ളൊരു ഗ്യാപ്പിലാണ് നമുക്ക് കിട്ടുന്നത് റിപ്പോർട്ടിങ്ങിന് കയറാനായിട്ട് കിട്ടുന്നത്. അതിന്റെ ഇടയിൽ നമുക്ക് മാക്സിമം സ്റ്റോറീസ് കണ്ടുപിടിക്കാനാണ് നോക്കുന്നത്. സ്റ്റോറീസിനായിട്ട് പോകുമ്പോ അവിടുത്തെ ഒരു വൈബൊക്കെ കാണുമ്പോൾ സത്യത്തിൽ അവിടെ നിന്ന് വരാൻ തോന്നില്ല. പക്ഷെ എന്റെ അവസ്ഥ കൊണ്ട് ഞാൻ അവിടെ നിന്ന് പിന്നെയും തിരിച്ചു വരുന്നു. അടിപൊളി. ടീം പൊള്ളിയാണ്, ഒന്നും പറയാനില്ല. ഒന്നിനൊന്നും മികച്ച ടീമാണ്. അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കാണെങ്കിൽ ആരോടൊന്നും പറയണ്ട. എല്ലാവരും ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന ഒന്നിനൊന്നും മികച്ച ടീമാണ്. എല്ലാ ടീമും എല്ലാ ഡിപ്പാർട്ട്മെന്റും ആങ്കർമാര് തൊട്ട് നമ്മുടെ ഏറ്റവും താഴെ കീഴെ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ടെക് ടീം വരെ നമ്മുടെ കൂടെ കട്ടയ്ക്ക് നിൽക്കും. ഒന്നും അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണ്ട അവർക്ക്. എല്ലാവരും അവരുടെ കാര്യങ്ങൾ എന്താണോ അത് നമ്മൾ വൃത്തിക്ക് ചെയ്യും, നമ്മുടെ കൂടെ നിൽക്കും. താങ്ക് യു ഷീന, താങ്ക് യു. ഷീന പറഞ്ഞതുപോലെ എന്തായാലും നല്ലൊരു സംഘത്തെ. ചേട്ടാ ഇതില് പഞ്ചസാര ഇടാത്ത ചായ ഇതല്ലേ? ഉറപ്പല്ലേ? സേതു ചായ എടുത്ത് കുടിച്ചോ? ഇത്രയും നേരം കളിയാക്കിയതല്ലേ? കളിയാക്കിയതല്ല, ഞാൻ സത്യം പറഞ്ഞ. എന്റെ സത്യം പറച്ചിൽ നിങ്ങൾ കളിയാക്കലായി വ്യാഖ്യാനിച്ചു. അപ്പോ നമ്മുടെ കലോത്സവ വേദികളില് എല്ലാ വേദികളിലും 26 പുഴകളും വരാൻ പോകുന്ന മത്സരങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് മിമിക്രി മോണാക്ടിലൊക്കെ ഈ പറയുന്നത് പോലെ 1-2 പോയിന്റിന് വ്യത്യാസമുള്ളൂ. പ്രത്യേകിച്ച് ഈ കോഴിക്കോടും പാലക്കാടും തൃശ്ശൂരൊക്കെ തിരിച്ചു പിടിക്കാൻ അല്ലെങ്കിൽ അവര് മത്സരങ്ങളിലേക്ക് തിരിച്ചു വരുന്ന ഇനങ്ങളാണ് ഇനി നടക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് ഈ പാലക്കാടും കോഴിക്കോടൊക്കെ ഭയങ്കര അടിപൊളിയല്ലേ പിള്ളേർ ചെയ്യുന്നത്. കണ്ണൂര് കുറവാന്നല്ല കേട്ടോ ഞാൻ ഈ പറഞ്ഞതിന് അർത്ഥം. അതായത് കണ്ണൂരിലും മികച്ച രീതിയിൽ മിമിക്രി പെർഫോം ചെയ്യുന്ന പല ആർട്ടിസ്റ്റുകളും കോഴിക്കോടും തൃശ്ശൂരൊക്കെ ഉണ്ടെന്നാണ്. ഇന്നലത്തെ കവിതാ രചനാ മത്സരം, അതില് ഈ ഒരു കുട്ടിയുടെ തന്നെ ഒരു സാധനം ഉണ്ടല്ലോ, എന്താ വിട്ടുപോവാ. തീം എന്ന് പറഞ്ഞാൽ ഗാന്ധിജിയുടെ കണ്ണിലൂടെ ഇന്നത്തെ ഇന്ത്യ. അതിനൊക്കെ എന്ത് മനോഹരമായിട്ടാണ് അവര് എഴുതുന്നതെന്നുള്ള കാര്യമാണ്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ കാർട്ടൂണിന് കൊടുത്തിരുന്ന വിഷയം തന്ത വൈബ്. അതാണ്, അതിനൊക്കെ എത്ര മനോഹരമായിട്ട് ചെയ്യുന്നു എന്നുള്ള കാര്യം. അപ്പൊ ഇതിന് കുട്ടികൾ കൊടുത്തിരുന്ന മറുപടി തന്ത വൈബും നല്ല വൈബ് എന്നായിരുന്നു. നേരത്തെ അനു പറഞ്ഞല്ലോ തന്ത വൈബും നല്ല വൈബും. അപ്പൊ കുട്ടികൾ ഇതിന് വളരെ രസകരമായിട്ട് തന്നെയാണ് കാര്യങ്ങളൊക്കെ കാണുന്നത്. ശരി, അപ്പൊ എനിക്ക് തോന്നുന്നു ഇന്ന് ഏറെക്കുറെ നമ്മൾ എല്ലാ വേദികളൊക്കെ കവർ ചെയ്തു. അപ്പൊ നമ്മൾ ഈ ഇവിടുത്തെ എല്ലാ വേദികളിലും നമ്മൾ പോകുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ ഈ പോലീസ് ഉണ്ട്, എല്ലാം നിയന്ത്രിക്കാൻ പോലീസുകാരുണ്ട്. ഇവിടെ ഭരണസിരാ കേന്ദ്രമാണ് തിരുവനന്തപുരം. അപ്പൊ സ്വാഭാവികമായിട്ടും എല്ലാ ഉദ്യോഗസ്ഥരും ഇവിടെ ഉണ്ട്. മന്ത്രിമാരടക്കം ഓരോ ഇടവേളകളിൽ ഇവിടെ വന്ന എല്ലാ കാര്യങ്ങളും ഒരു ചെറിയ മിസ്റ്റേക്ക് പോലും നോക്കി തിരുത്തി പോകുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്.
പക്ഷേ എങ്കിൽ പോലും നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളുടെ കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. അതായത് നമ്മുടെ NCC തൊട്ട് ഉള്ള കുഞ്ഞുമക്കള്. തിരുവനന്തപുരത്ത് 5 ചെയ്ത സ്റ്റോറിയാണോ? അല്ലല്ലേ? അല്ല, ഇത് നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങൾ, നമ്മുടെ ന്യൂസ് മലയാളത്തിന്റെ 2 കുട്ടിപ്പട്ടാളങ്ങൾ, അതെ, അവര് ചെയ്തൊരു സ്റ്റോറി ഉണ്ട്. അപ്പൊ നമുക്ക് അത് കാണാം. അതോടുകൂടി നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു സെഗ്മെന്റ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാം അല്ലേ? ഏറെക്കുറെ എല്ലാം സമഗ്രമാണ്. പക്ഷേ ഓരോ മണിക്കൂറുകൾ നമുക്ക് ഇവിടെ നിന്ന് നമ്മുടെ റിപ്പോർട്ടേഴ്സ് എല്ലാം എല്ലാ കാര്യങ്ങളും അപ്പപ്പോൾ നിങ്ങളിലേക്ക് എത്തിക്കും. പിന്നെ നമ്മുടെ വൈകുന്നേരം ഷോ ഉണ്ട്, സ്റ്റാർ പെർഫോമർ ഓഫ് ദ ഡേ ഉണ്ട് അല്ലെ, എല്ലാം ഉണ്ട്. അപ്പോ തുടരുക ന്യൂസ് മലയാളത്തോടൊപ്പം. അപ്പോൾ ഈ ഒരു ഇതിനൊന്നും ഞാൻ ഇത് മറുപടി അർഹിക്കുന്നില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഈ സ്റ്റോറി കാണാം. അതിനുശേഷം നേരെ കൊച്ചി സ്റ്റുഡിയോയിലേക്ക് പോവാം. ഓക്കെ, പോവാം. ഇവിടെ ഇതിനെയും കൊണ്ട് എങ്ങും പോവാൻ വയ്യ. നീ ഒന്ന് പാടേ. നീ എനിക്ക് മോഹിനിയായിട്ടൊന്ന് കാണണ്ട. എനിക്ക് വീട്ടിൽ പോയാൽ മതി. നടന്ന് മനുഷ്യന് വായിന്ന് സമയം കഴിഞ്ഞാൽ തുടങ്ങൂടെ. നിനക്ക് വെള്ളം വാങ്ങിച്ചാൽ മതിയാ? എന്നാ പെട്ടെന്ന് വെള്ളം കുടിച്ചിട്ട് പോവാ. ചേട്ടാ, അയ്യേ, ഒരു മൊസംബി ജ്യൂസ്, മധുരം ഇടാതെ, ഓറഞ്ച് ജ്യൂസ്. മോഹിനിയാട്ടം തുടങ്ങി പാട്ടൊക്കെ കേൾക്കുന്നു. എനിക്ക് മോഹിനിയാട്ടം സ്റ്റേജ് എവിടാന്നറിയാമോ? വഴി അറിയത്തില്ല. എനിക്കറിയാം. ഞാൻ എവിടെയെങ്കിലും ചോദിച്ചു എവിടാ ഇത്? വഴിയാണോ അറിയണ്ടേ? ചേച്ചി നേരെ പോയിട്ട് റൈറ്റ് എടുത്താൽ മതി. നേരെ പോയിട്ട് റൈറ്റ് എടുത്താൽ അതെ, ഫസ്റ്റ് സ്റ്റേജ്. വെൽക്കം. പെട്ടെന്ന് ആ പയ്യനുള്ളോണ്ട് രക്ഷപ്പെട്ട്. എത്തിപ്പറ്റി അവസാനം. ചേച്ചി, ഇത് പ്ലാസ്റ്റിക് വേസ്റ്റ് ആണ്. ഇത് വലിച്ചെറിയരുത്, തെറ്റാണ്. ഓ, സോറിടാ. നമ്മുടെ കേരള ഗവൺമെന്റ് പ്രാവശ്യം ഹരിത കലോത്സവമാക്കാനാണ് പ്ലാൻ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഒന്നും വൃത്തികേടാക്കരുത്. ഇത് ഡസ്റ്റ്ബിന്നിൽ കൊണ്ടിടുക. ഓക്കെ, ഞാൻ ഇട്ടേക്കാം. നാണോ ഇല്ലല്ലോടാ, നല്ല കാര്യം. ഡസ്റ്റ്ബിന്നിലെ കിട്ടാ പോരെ. എന്തു ചേച്ചി? സാരമില്ല, പോട്ടെ ചേച്ചി, ഞാൻ മരുന്ന് വെച്ച് തരാം. ചേട്ടാ, ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ഇവിടെ ഇൻഫർമേഷൻ വെച്ചിട്ട് വണ്ടി കുറച്ച് അങ്ങോട്ട് പാർക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അങ്ങോട്ടൊന്ന് പാർക്ക് ചെയ്യാം. പിള്ളേര് കൊള്ളാം. എന്തൊരു ഹെൽപ്പിംഗ് മെന്റാലിറ്റി ആണ്. പറഞ്ഞിരിക്കുമല്ലേ. കലോത്സവം ഗംഭീരമാക്കാൻ വേണ്ടി സംഘാടകർക്കൊപ്പം തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുകയാണ് നമ്മുടെ ഈ കുട്ടി വോളണ്ടിയേഴ്സ്. അതായത് എവിടെയെങ്കിലും ഒന്ന് വീണ് മുറിഞ്ഞാൽ JRF, വഴി തെറ്റിയാൽ വഴികാട്ടാൻ NCC, NSS, SPC, അങ്ങനെ ഒരു വലിയ നേര വോളണ്ടിയേഴ്സാണ് നമ്മുടെ കലോത്സവ വേദികളിലുണ്ട്. അതുപോലെ അവരുടെ മെയിൻ മോട്ടോ എന്ന് പറയുന്നത് എന്താണ്? ഡിസിപ്ലിൻ ആൻഡ് യൂണിറ്റി. കളയാൻ പോവായിരിക്കും അല്ലേ? I remember. ഓക്കെ, നമ്മുടെ മെയിൻ മാസ് ഡയലോഗ് പറ. മാസ് ഡയലോഗ്. കലോത്സവ വേദിയിൽ കലാകാരന്മാർ അരങ്ങ് വാഴുകയാണെങ്കിൽ പുറത്താരാണ് വാഴുന്നത്? നമ്മുടെ ഈ വോളണ്ടിയേഴ്സ്.